തരുന്ന ദൈവമാണല്ലോ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ക്രിസ്തുയേശുവിൽ എനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നു. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഇന്നലെ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു, പരിശുദ്ധയാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന വചനം നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. എനിക്കൊന്ന് നെറ്റ്വർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ടോ ക്ലിയർ ആകാതെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കി വരും. ചിലപ്പോൾ വീഡിയോ ഓഫ് ചെയ്താൽ ഈ നെറ്റ്വർക്കിന്റെ ഈ പ്രോബ്ലം ചിലപ്പോൾ ക്ലിയർ ആകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കിയാലും ഓൺ ആക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചിലപ്പം റേഞ്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് വിശ്വാസ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും നടക്കുന്നത്. സ്വർഗത്തിലെ ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ വെളിപ്പെടുത്തുന്നതിന്റെ കാരണം യേശുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരണമെങ്കിൽ യേശു വേണം. യേശു പറഞ്ഞതുപോലെ തന്നെ എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാൻ കഴിയത്തില്ല. യേശുവിനെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരണം. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്ന മറ്റൊരു വാക്യമാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ വാക്യമാണ്. 31, 32, 33, 34, 35 വാക്യമാണ്. മർക്കോസ് 3-ന്റെ 31 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ആ വചനത്തിൽ ഇങ്ങനെയാണ് ആ വചനഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് ഷെയർ ചെയ്യുക. എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല, നെറ്റ്വർക്കിന് എനിക്ക് തോന്നുന്നത് ഈ പ്രോബ്ലം ചിലപ്പോൾ അത് വീഡിയോ ഓൺ ആക്കി കഴിയുമ്പോൾ അത് ജാം ആകുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് 31-ാമത്തെ വാക്യത്തിൽ, അനന്തരം യേശുവിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് യേശുവിനെ വിളിപ്പാൻ ആളെ അയച്ചു. 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുരുഷാരം യേശുവിന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവൻ അവരോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. 33-ാം വാക്യത്തിൽ യേശു അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ഇതാ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കർത്താവ് ശുശ്രൂഷിക്കുന്ന സമയത്ത് കർത്താവിന്റെ അമ്മയും സഹോദരന്മാരും അവിടെ വന്നിട്ട് യേശുക്രിസ്തുവിനെ വിളിപ്പാൻ ആളയച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആർ. ചുറ്റിലിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ഇതാ എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തോണം, എല്ലാവർക്കും ഒരമ്മയും സഹോദരന്മാരുമേ കാണത്തുള്ളൂ. എന്നാൽ യേശു പറയുകയാണ്, ഈ ഇരിക്കുന്നവർ എന്റെ അമ്മയും സഹോദരന്മാരുമാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ആദ്യം കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. കർത്താവേ, അതെങ്ങനെ ശരിയാകും? 35-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ മറുപടി ഇതാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആരാണോ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, അവർ ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ സഹോദരന്മാരും അമ്മയുമാകുന്നു എന്ന്, സഹോദരിയുമാകുന്നുവെന്ന് കർത്താവ് പറയുന്നു. അതിന്റെ അർത്ഥം, ദൈവവുമായിട്ട് ബന്ധം ആർക്കെങ്കിലും കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, യേശുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. നിങ്ങൾ ബൈബിൾ മുഴുവൻ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു വാക്കുകൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവഹിതം പോലെ എല്ലാം നടക്കണം.
നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, നിങ്ങളുടെ കുടുംബ ജീവിതം എല്ലാം ഒരു അനുഗ്രഹമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണം, അങ്ങയുടെ ഹിതപ്രകാരം എന്നെ നടത്തണം. അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണിന് കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഹിതമല്ലാത്ത ചിലത് മാറിപ്പോകും. ദൈവഹിതമല്ലാത്ത ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ദൈവഹിതമല്ലാത്ത ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. കർത്താവിന്റെ ഹിതമല്ലാത്തതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അപ്പൊ ഞാൻ കഴിഞ്ഞിടെ ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ച സമയത്ത് നമ്മൾ ഈ ദൈവസന്നിധിയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്ന കാര്യം പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ ആ സഹോദരി പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ വിതയ്ക്കാറുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ഞാനത് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. നമ്മുടെ കോട്ടയത്തും ഒക്കെ നടന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിന്റെ വേലയിൽ കർത്താവിന്റെ നാമത്തിൽ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി സാമ്പത്തികമായി വിതച്ച ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങൾ വിതച്ചവർ ആരുടെയെങ്കിലും മനസ്സിൽ അത് ബ്രദറിന് കൊടുത്തതാണെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അത് ഇപ്പൊ തന്നെ ഏറ്റു പറഞ്ഞോണം. നിങ്ങൾ കർത്താവിന്റെ നാമത്തിലാണ് വിതച്ചതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ആർക്കും കൊടുത്തതല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ, ചിലർ പറയും ഞാൻ അവിടെ 500 കൊടുത്തു, ഇവിടെ 1000 കൊടുത്തു, അവിടെ ഞാൻ കൊടുത്തു, ഈ ബ്രദറിന് കൊടുത്തു, അങ്ങനെ പറയുന്ന നിമിഷം നിങ്ങളുടെ സാമ്പത്തിക മേഖല അടയും. നമ്മളെപ്പോഴും കർത്താവിന്റെ നാമത്തിൽ സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. അവരെ ആ സമയത്തൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ചെയ്തൊരടുത്ത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കണക്ക് ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ബ്രദറിന് കൊടുത്തതല്ല, കർത്താവിന്റെ നാമത്തിൽ വിതച്ചതാണ്. ആ വിത നിങ്ങൾ കൂടുതൽ ചെയ്യാം. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു സുവിശേഷ മിനിസ്ട്രിയിൽ വിതയ്ക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഞാൻ പറയാറുണ്ട്, അവർ അങ്ങനെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ അക്കൗണ്ട് നമ്പറുകൾ മിനിസ്ട്രിയുടെ അയച്ചു തരാം. കാര്യം മുന്നോട്ടുള്ള നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ അത് ഉപകാരപ്പെടും. പക്ഷെ ഒരിക്കലും നാളെ പറയരുത്, ഞാൻ ആ ബ്രദറിന് കൊടുത്തു, ഈ ബ്രദറിന് കൊടുത്തു, ആ സഭയിൽ കൊടുത്തു, ഈ പള്ളിയിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നന്മ അവിടെ അടയുവാൻ ഇടയായി തീരും. അപ്പൊ അതെന്താ ഞാനിത് പറയാൻ കാരണം, ഞാൻ ആ സഹോദരിയോട്ട് സംസാരിച്ച സമയത്ത് ഈ വിഷയമല്ല. അപ്പൊ ആ സഹോദരി പറഞ്ഞു, ബ്രദറെ, ഞാൻ എല്ലായിടത്തും ഇതിനെ കൊടുക്കാറ്. ഞാൻ പറഞ്ഞു, സഹോദരി, നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ വിതയ്ക്കുമ്പോൾ അത് മുളച്ചു വരാനുള്ള വിതയായിരിക്കും. സുവിശേഷത്തിനും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉള്ളോടത്തെ നാം വിതയ്ക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം നാം വിതയ്ക്കുന്നുവെങ്കിൽ അത് വളരത്തില്ല. അപ്പൊ ദൈവഹിതം നമ്മുടെ നന്മയായിക്കോട്ടെ, നമ്മുടെ ജീവിതമായിക്കോട്ടെ, കർത്താവിന്റെ നാമത്തിൽ മിനിസ്ട്രിയിലായിക്കോട്ടെ, ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, കുടുംബ ജീവിതം, ഇവിടെ ഒക്കെയും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിന്റെ ഹിതമുള്ളതേ എൻ്റെ ജീവിതത്തിൽ വരാവുള്ളൂ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ. ശ്രദ്ധിച്ചോണം, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ചിലരുടെ കൈകൊടുപ്പുകൾ, ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കൊടുക്കൽ വാങ്ങലുകൾ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായി, അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ചിലവരുടെ കുടുംബജീവിതം തന്നെ തകർന്നു പോകാൻ ചിലരിടയായിട്ടുണ്ട്. ചില ബന്ധങ്ങൾ ഞാൻ പറയുന്നത്, മറ്റു നമ്മൾ പറയുന്നത് പോലെ ഈ എന്താ വല്ലാത്തൊരു ബന്ധത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ചില വ്യക്തികളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും. എനിക്കറിയാവുന്ന ഒരു സഹോദരി ഉണ്ട്, അവർ നല്ല വിശ്വാസത്തിൽ ബലപ്പെട്ട് നിൽക്കുന്നതായിരുന്നു. അപ്പൊ വളരെ സ്നേഹിക്കുകയും വളരെ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിലേക്ക് വന്ന അവരുടെ ജീവിതത്തിൽ വന്ന അവിടുത്തെ ആ ഒരു കുടുംബത്തെ നാഥനുമായിട്ട് വലിയ സൗഹൃദത്തിലായി, ഭയങ്കര അനുഗ്രഹമായിരുന്നു. അദ്ദേഹം വന്ന സമയത്ത് ഭയങ്കര ബ്ലെസ്സിങ്ങുകളായിരുന്നു. അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ, ഒരു ടിപ്പർ എന്തൊക്കെയായിരുന്നു, അതൊക്കെ വർദ്ധിച്ചു, അനുഗ്രഹിച്ചു, ഒത്തിരി അനുഗ്രഹം ഉണ്ടായി. പക്ഷെ പിന്നത്തേതിൽ ആ മനുഷ്യൻ പിന്മാറ്റത്തിൽ വരെ പോകാൻ, മദ്യപാനത്തിലും ലോകത്തിലും വെറിക്കൂത്തിലോട്ടൊക്കെ പോകാൻ ആ ഒരു വ്യക്തിയുടെ ഇടപെടലുണ്ടായി. ആ വ്യക്തി വന്നപ്പോ കുറെ അനുഗ്രഹം കിട്ടിയെങ്കിലും പക്ഷെ ആ കുടുംബത്തിലെ സമാധാനം വരെ കെടുത്തി കളയുവാൻ എന്ത് ചെയ്തു, ആ ഒറ്റ വ്യക്തി മുഖാന്തരം ഇവിടെയായി. അപ്പൊ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് പകരം തിന്മയായിത്തീരും. അവിടെ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ അമ്മ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആളാണ് എൻ്റെ സഹോദരി. അപ്പൊ കർത്താവിന്റെ ഹിതം ആരാണോ പ്രവർത്തിക്കുന്നത് അവർ ദൈവത്തിന്റെ അടുക്കലേക്കായി എത്തിച്ചേരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം എന്നെ നടത്തണം.
ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് കർത്താവെ, നിങ്ങൾ പല ബ്രദർ എനിക്ക് അവിടെ ജോലി കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരുന്നു, ഇവിടെ ജോലി കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരുന്നു, അത് കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറയാതെ, കർത്താവെ അങ്ങയുടെ ഹിതം എന്നിലേക്ക് പ്രവേശിക്കണം, അങ്ങയുടെ ഹിതത്തിലേക്ക് എന്നെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഞാൻ പണ്ടൊരു സാക്ഷ്യം, ഒന്നല്ല ഒന്നിലധികം ഈ ദൈവഹിതപ്രകാരമുള്ള പ്ലാനുകൾ, ദൈവഹിതപ്രകാരമുള്ള ബന്ധങ്ങളിലേക്കുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലരിങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ ഈ പ്രയറിൽ തന്നെ ഇന്നാള് കുറെ നാൾ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. ആ ഒരു സഹോദരിയുടെ, എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മള് പ്രിൻസ് ആൻറ്റി ആ സാക്ഷ്യം പറഞ്ഞതാണ്. ആ സഹോദരി ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് കിടക്കും അവർക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി. അപ്പം ആ സഹോദരി ആ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ 3-4 പ്രാവശ്യം ആ സാക്ഷ്യം പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ദൈവഹിതം എന്നുള്ള വാക്ക് വരുമ്പോൾ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. അപ്പൊ അവരിങ്ങനെ പറയാൻ ഇടയായി തീർന്നു. ബ്രദർ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു, എല്ലാം റെഡിയായി കിടക്കുവാണ്, ഇച്ചിരി പൈസ കൊടുത്താൽ മതി. കുടുംബത്തിലാണെങ്കിൽ ഹസ്ബൻഡ് ഇച്ചിരി രോഗിയാണ്, കിഡ്നി വിഷയം എന്തൊക്കെയുണ്ട്, അവർ വിശ്വാസിയൊന്നുമല്ല. അവരൊരു ഇങ്ങനെയോ പ്രിൻസ് ആൻഡിയുടെ മുഖാന്തരം നമ്പർ കിട്ടി വിളിച്ചതാണ്. അപ്പം ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം റെഡി ആയിട്ടിരിക്കും, ഒന്ന് ബ്രദറെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാ പറഞ്ഞു, ആ വഴി പോകരുത്, ഞാൻ വേറൊരു വഴി തുറക്കും. ദൈവം പറഞ്ഞു. എനിക്കിത് പറയാനാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം, ആ സഹോദരി കുടുംബം തകർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ആകെക്കൂടെ കിട്ടിക്കുന്ന ഒരു കച്ചിത്തുറുവാണ്, പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു വഴിയാണത്, ആ വിദേശത്തേക്കുള്ള വഴി. അതെല്ലാം റെഡി ആയിട്ടിരിക്കുക, പൈസ കൊടുക്കുക, പാസ്പോർട്ട് സീൽ അടിക്കുക, കയറി പോവുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. പക്ഷേ ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ, പറ്റുമെങ്കിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതൊരു കൃപയാണ്. പ്രത്യേകിച്ച് ഒയിച്ചിയിലൊക്കെ എക്സാം എഴുതാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ പ്രീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ധൈര്യത്തോടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തോ, എത്ര പേർക്കുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതൊരു അനുഗ്രഹമായിട്ട് മാറും. ആമേൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇല്ല ആ വഴി പോകത്തില്ല, വേറൊരു വഴി ഉറക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഈ സഹോദരിയോട് പറഞ്ഞില്ലെങ്കിൽ തെറ്റാ. ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, സഹോദരി ആ വഴി നടക്കത്തില്ല. ഉയ്യോ, ഭയങ്കര സങ്കടം, ഭയങ്കര കരച്ചിൽ. ബ്രദറെ എല്ലാം കൺഫേം ബ്രദറെ, എന്നാ ചെയ്യണം? ഞാൻ സഹോദരിക്ക് അറിയത്തില്ല, എന്നോട് കർത്താവ് പറഞ്ഞത് ഞാൻ പറയുന്നു, പോകണ്ടെന്നാണ്. ഞാൻ എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് സഹോദരി പ്രാർത്ഥിക്കുക, വഴി വേറെ തുറക്കും. പക്ഷെ എന്തായാലും ആ സഹോദരി വിശ്വാസി കൂടെ അല്ല, പക്ഷെ ആ സഹോദരി അനുസരിച്ചു, ആ വഴി പോയില്ല. പകരം വേറൊരു വഴിയെ സഹോദരിക്ക് ദൈവം തുറന്നു. അതിന് കൃപയാൽ സഹോദരി പോകാനിടയായി തീർന്നു. ചുരുങ്ങിയ സമയത്ത് തന്നെ. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഹിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, വ്യക്തികൾ, ആലോചനകൾ, ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നന്മയല്ല, അത് തിന്മയ്ക്കായി മാറാൻ ഇടയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. യേശുക്രിസ്തു പറയുന്നത് നോക്കിയോണം, എന്റെ അമ്മയും എന്റെ സഹോദരന്മാർ 6, നിങ്ങൾ ആരെങ്കിലും മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 31 വാക്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്നില്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതോടെ ചിലപ്പോൾ കട്ടായി പോകും. അവിടെ പറയുകയാണ് 33-ാം വാക്യത്തിൽ, ഈ ചുറ്റിലും ഇരിക്കുന്ന പുരുഷാരത്തെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ. അപ്പൊ കർത്താവിന്റെ ഹിതം ആരാണോ ചെയ്യുന്നത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിന്റെ ഹിതം പോലെയാണ് നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവെ എന്റെ ഇഷ്ടമെല്ലാം മാറിപ്പോട്ടെ. നമുക്കിത് പറയാൻ വലിയൊരു പേടിയുണ്ട് കേട്ടോ. ചിലർ പറയും, ബ്രദർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പലതും നഷ്ടപ്പെടുത്തേണ്ടി വരുമോ. നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവഹിതം നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പല ജ്യൂസുകൾ കുടിക്കാറില്ലേ. നമ്മൾ പല പ്രത്യേകിച്ച് നമ്മൾ കേരളം വിട്ടു പോകുന്ന സമയത്ത് പല സംസ്ഥാനത്ത് ചെല്ലുമ്പോഴേക്കും ഒത്തിരി ഒത്തിരി ജ്യൂസുകളും ആഹാര പദാർത്ഥവും ഒക്കെ ആണ്. അത് കൊണ്ടുവെക്കുമ്പോൾ നമ്മളവർക്ക് മനോഹരമായി, പക്ഷെ അതിന്റെ അകത്ത് അവർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില വീഡിയോ കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകാറുണ്ട് അല്ലെ. അതിന്റെ പിന്നിൽ എന്താണ് ഇരിക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മനോഹരമായ ഒരു ആഹാരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായിത്തീർന്നു. അത് ഉണ്ടാക്കുന്നത് വളരെ നീചമായ രീതിയിൽ അത് ഉണ്ടാക്കുന്നത് കണ്ടത്. ഒരു മനുഷ്യന് കഴിക്കാൻ പോലും തോന്നാത്ത രീതിയിൽ, പക്ഷെ അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എത്ര മനോഹരമാണ്. അതേപോലെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പലതും നമുക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അല്ല, ദൈവഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പലതും മാറിപ്പോകുമ്പോൾ സങ്കടപ്പെടരുത്. ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർത്താവ് അതിൻ്റെ അകത്തൊരു ഉറപ്പ് തരും. ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ഓർക്കും, അയ്യോ ബ്രദറെ അത് നല്ലൊരു കാര്യം, പക്ഷെ എന്നെ വിട്ടത് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. നിങ്ങളുടെ പ്രാർത്ഥന, കർത്താവിന്റെ ഹിതം അല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതേ, ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്, ഇതെല്ലാം ദൈവഹിതമുള്ളത് മാത്രമേ
എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, ചിലത് മാറിപ്പോകുമ്പോൾ ഭാരപ്പെടരുത്, ചിലത് വിട്ടുപോകുമ്പോൾ സങ്കടപ്പെടരുത്. അതെല്ലാം ദൈവത്താൽ മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതത്തെ തുറക്കാൻ വേണ്ടിയാണ്. ആമേൻ. അപ്പൊ ഇവിടെ യേശു പറയുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് പറയുന്നുണ്ട്, കർത്താവേ നിനക്ക് പ്രസാദമുള്ള പ്രവൃത്തി എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് യേശു പറയുന്നുണ്ട്, പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ തന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ. അപ്പൊ ഒരു വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് വരുന്നത് എങ്ങനെ? ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനേക്കാൾ വേറെ എന്തിനെങ്കിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയോ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ദൈവഹിതത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? തിന്മയ്ക്ക് പകരം നന്മയ്ക്ക് പകരം തിന്മകൾ സംഭവിക്കും. ദൈവഹിതമല്ലാത്ത കൊടുക്കൽ വാങ്ങലുകൾ, ചിലർക്ക് ചില ബിസിനസ്സിലൊക്കെ നാശങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഉടനെ പാടി, കർത്താവേ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കുറവ് അന്വേഷിച്ച് പോകാതെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ ചില മാറ്റങ്ങൾ വരുവാൻ ഈ ഒരു വചന ധ്യാനം സഹായിക്കും. പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവഹിതമല്ലാത്തതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ, കർത്താവിന്റെ ഹിതമല്ലാത്തതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ. ദൈവഹിതമല്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട, ദൈവഹിതമല്ലാത്ത ഒരു കണക്ഷനും എനിക്ക് വേണ്ട, കർത്താവിന്റെ ഹിതമല്ലാത്തതൊന്നും ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു പഠിക്കണം. അങ്ങനെ പറയുമ്പോൾ യേശു പറയുകയാണ്, ഇതാണ് എൻ്റെ സഹോദരനും, ഇതാണ് എൻ്റെ അമ്മയും, ഇതാണ് എൻ്റെ സഹോദരിയും. ആമേൻ. പല നന്മകളും നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് നന്മ കാണാൻ കഴിയാത്തെന്ന് അറിയാമോ? നമ്മൾ പോലും അറിയാത്ത, നമ്മൾ പിടിച്ചു വെച്ചേക്കുന്ന, നമുക്കറിയാത്ത ചില തടസ്സങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചിലരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് പോലും അതിശയം, ബ്രദറെ ഇതൊരു തടസ്സമായിരുന്നു, ഇതൊരു ബ്ലോക്ക് ആയിരുന്നു. പലരും അതിശയിക്കാറുണ്ട്. പക്ഷെ അത് മാറിക്കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ അത് നന്മയാക്കി മാറ്റുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം അയച്ച തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അതിലൂടെ നാം എന്ത് ചെയ്യുകയാണ്? ദൈവ ഇഷ്ടത്തിലേക്ക് കയറുകയാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തുക, കർത്താവിനെ ആരാധിക്കുക. അടുത്ത പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ ഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, കർത്താവിന്റെ ഇഷ്ടം ചിലപ്പം എന്റെ തകർച്ചയോ നാശമോ അല്ല. ദൈവത്തിന്റെ ഇഷ്ടം ലോകത്തിന്റെ മുമ്പിൽ നിങ്ങളെ വെളിച്ചമാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇന്നത് പറയാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ ആ വചനം ഞാൻ വിട്ടുപോയി. നാളെ നമ്മൾ ആ വാക്യമായിരിക്കും എടുക്കുന്നത്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിൽ ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് ലോകത്തിന് കാണിക്കാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തത്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ലോകത്തിന് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാനാണ് എന്നെ ദൈവം കണ്ടെന്ന് പറഞ്ഞാട്ടെ. ലോകത്തിൽ ജീവൻ ദൈവത്തെ കാണുവാൻ വേണ്ടിയാണ് എന്നെ എന്നെ കണ്ടെടുത്തത്. ആമേൻ. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തോമസ് പറഞ്ഞ ഹോസ്റ്റ് ആകുന്നത്, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തു. നമ്മൾ പലപ്പോഴും പറയാറില്ല, കർത്താവ് ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം കർത്താവിനെ അനുഗമിച്ചു, ഞാൻ അങ്ങയുടെ ഹിതപ്രകാരം കർത്താവിനെ ഫോളോ ചെയ്തു, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നില്ലെങ്കിൽ ഉടനെ കർത്താവ് അങ്ങയുടെ ഹിതമല്ലാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഞാൻ പറയാം. കർത്താവിന്റെ ഹിതമല്ലാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ എന്നെ വെളിച്ചമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? നിങ്ങൾ എത്ര ഇരുണ്ട് മൂടിയ ഒരു കൂരിരുട്ടിന്റെ സ്ഥലത്ത് ചെന്നാലും ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു ബൾബ് ഇട്ടാൽ അത് ഒരു മനുഷ്യനും കാണാതിരിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ ഇരുട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂരിരുട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വഴി ഏത്, കുളം ഏത്, മരം ഏത്, മനുഷ്യൻ ഏത് ഒന്നും കാണാൻ കഴിയത്തില്ല. കൂരിരുട്ടിന്റെ പ്രത്യേകത. പക്ഷെ എത്ര കൂരിരുട്ടിന്റെ അകത്തും ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു വെളിച്ചം വന്നാൽ അത് പ്രകാശിക്കും, അത് വേഗത്തിൽ തിരിച്ചറിയുവാൻ കഴിയും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്.
ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന വെളിച്ചമല്ല, ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ. അപ്പൊ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നത് ലോകത്തിന് അനുഗ്രഹമാകാനാ. മനസ്സിലാകുന്നുണ്ട്? നാട്ടിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, ഇത്രയും വലിയൊരു അനുഗ്രഹം ചുമന്നുകൊണ്ട് നാം നടക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നില്ല? ദൈവഹിതമല്ലാത്ത എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് കണ്ടുപിടിക്കാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. പകരം ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങയുടെ ഹിതമല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. നമുക്ക് ചില മിനിറ്റുകൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ബന്ധങ്ങളോ സ്വഭാവങ്ങളോ വ്യക്തികളോ പ്രവൃത്തികളോ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവേ, അങ്ങ് അത് എൻ്റെ ഉള്ളിൽ നിന്നും നീക്കണം. അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഹിതമല്ലാത്തതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കണം. ദൈവത്തിന്റെ ഹിതമല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നീക്കിക്കളയണം. കർത്താവിന്റെ ഹിതമല്ലാത്തതെല്ലാം എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ തലമുറകളിൽ നിന്നും എല്ലാം മാറിപ്പോകണം. യേശുവേ നന്ദി കർത്താവ്. അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധയാത്മാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പ. അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധയാത്മാവേ, ദൈവഹിതമല്ലാത്തതെല്ലാം മാറിപ്പോട്ടെ. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ചില നന്മകൾ പോലും അനുഭവിക്കാൻ കഴിയാതെ, ചില നന്മകൾ പോലും വീടിന്റെ അകത്ത് കയറി വരാൻ പറ്റാതെ, സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവഹിതമല്ലാത്ത എല്ലാ വിഷയങ്ങളും കുടുംബം വിട്ട് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവിന്റെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. ദൈവാത്മാവെ, അങ്ങയുടെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങയുടെ വലിയ പദ്ധതികൾ തുറന്നു വരട്ടെ. അങ്ങയുടെ വലിയ പദ്ധതികൾ തുറന്നു വരട്ടെ. അങ്ങയുടെ വലിയ വെളിപ്പാടുകൾ തുറന്നു വരട്ടെ. ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവാത്മാവെ അങ്ങ് ഇടപെടുന്നല്ലപ്പാ. ദൈവാത്മാവെ അങ്ങ് ഇടപെടുന്നല്ലപ്പോ. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ചൊരിയുന്നല്ലപ്പാ. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി കർത്താവെ. ദൈവാത്മാവ് എന്നെ ഒരു ഭവനത്തിന്റെ അകത്ത് കർത്താവ് ഒരു കാഴ്ച കാണിക്കുക. ഒരു ഭവനത്തിന്റെ അകത്ത്, ഒരു മുറിക്കകത്ത്, ഒരു മേശയിൽ ഒരു തുണികൾ ഇങ്ങനെ മടക്കി അടുക്കി നല്ല രീതിയിൽ മടക്കി വെച്ചിരിക്കുന്ന ആ മുറിക്കകത്തൊരു മേശ. ആ മേശയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തുണികൾ മടക്കി വെച്ചത്. അതിനോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ചെറിയ എന്തോ ഒരു കാർഡ് പോലത്തെ ചെറിയൊരു കാർഡ് ആ മേശപ്പുറത്തിട്ടിട്ടുണ്ട്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഈ തുണിയുടെ ആ മേശയെ ചാരി നിന്നുകൊണ്ട് നോക്കിയാൽ വലതുവശത്തായിട്ടൊരു കട്ടിൽ കിടക്കുന്നതായിട്ടൊരു കാഴ്ച. അങ്ങനെ ഒരു മുറി കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ മുറിക്കകത്തും ആ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഈ ദൈവഹിതമല്ലാത്തതെല്ലാം മാറിപ്പോട്ടെ എന്ന് പറയുമ്പോൾ, ചില കുടുംബത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് നന്മ പ്രാപിക്കേണ്ട സ്ഥാനത്ത് തിന്മയും കണ്ണുനീരും അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വലിയ ദൈവിക സമാധാനത്തെ അവിടെ ഉണ്ടായി വരുന്നു. കർത്താവെ, ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. എന്നോട് ദൈവാത്മാവ് ഒരു എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവ് പറയും. എലിസബത്തിന്റെ ഭവനത്തെ ദൈവം തൊടുന്നു. എലിസബത്തിന്റെ ഭവനത്തിൽ നാളുകളായിട്ടുണ്ടായിരുന്ന തിന്മയായി നിൽക്കുന്ന ചില അനുഭവങ്ങൾ കർത്താവ് തുറന്നു വിടുകയാണ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ചില സമയങ്ങളിൽ വെള്ളത്തിന്റെ ഈർപ്പങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു ഭവനമാണ്. അത് പലപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയത്തില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. വെള്ളം എപ്പോഴും ഈർപ്പം പോലെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. സകല അന്ധകാരങ്ങളും ഭവനത്തിൽ നിന്ന് മാറി. നിങ്ങൾ കേട്ട വചനം പോലെ കർത്താവ് അങ്ങയുടെ ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം, ഇഷ്ടം ചെയ്യുന്ന മനുഷ്യൻ, അത് കർത്താവിന്റെ സഹോദരനും സഹോദരിയും അമ്മയെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവാത്മാവ് എന്നെ അമ്പിളി എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടെന്ന് പറയുന്നു. ആ ഒരു ഭവനത്തെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രണ്ട് സഹോദരിമാർ, അതായത് സഹോദരി ഉദ്ദേശിക്കുന്ന രണ്ട് സ്ത്രീകളെ കർത്താവ് സ്പർശിക്കുകയും ആ രണ്ട് വ്യക്തികളെ ഞാൻ കാണുന്നു. അവർ രണ്ടുപേരുടെയും ഈ ഉച്ചിയില്, തലയിലെ ഉച്ചിയിൽ കർത്താവിന്റെ ഒരു സ്പർശനം ഉണ്ടാകുന്നതായിട്ടും ഒരു കാഴ്ച. ഞാൻ രണ്ടുപേർക്കും ഒരേപോലെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് ഈ തലയ്ക്കാല് ചില സമയത്തേക്ക് ഒരു ബുദ്ധിമുട്ട് വരികയും
ചില ക്ഷീണത്തിന്റെയും തളർച്ചയുടെ അനുഭവം ഒരേപോലെ കുടുംബത്തിന് അനുഭവിക്കുന്ന ചിലതിനെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നേ, കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. അത് ഷുഗറിനെ നോക്കിയിട്ട്, ആ പ്രഷറിനെ നോക്കിയിട്ട്, ആ ക്യാൻസറിനെ നോക്കിയിട്ട്, ആ കൈ കാലുകളെ നോക്കിക്കൊണ്ട്, ബുദ്ധിമുട്ടുള്ള ശാരീരിക അവയവത്തെ നോക്കിക്കൊണ്ട് പറയും, യേശുവിന്റെ രോഗത്തെ വഹിച്ചതാണ്, യേശുവിന്റെ ക്ഷീണത്തെ വഹിച്ചതാണ്, യേശുവിന്റെ തിരുമുറിവ് എന്റെ ആരോഗ്യവും സൗഖ്യം എന്റെ അവകാശവുമാണ്, ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. ഇപ്പോൾ ഈ നിമിഷം അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ മേലേക്ക് പതിയുകയാണ്, അത്ഭുതമായി പതിയുകയാണ്. അനർത്ഥങ്ങൾ വിട്ടൊഴിയുകയാണ്, സമാധാനത്തിന്റെ അന്തരീക്ഷം തുറന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ദൈവാത്മാവിന്റെ ഒരു ആൽബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ആൽബർട്ടിന്റെ ഭവനത്തെ ദൈവം തൊടുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ ചില ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. യേശുവിന്റെ നാമത്തിൽ നഷ്ടങ്ങൾ ലാഭമായി തീരുകയാണ്. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അത്ഭുതകരമായ രോഗത്താൽ ഭാരപ്പെട്ടതിൽ കൈവച്ചു, യേശുവിന്റെ തിരുമുറിവിലാൽ എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത വിടുതലിനും സൗഖ്യത്തിനും അത്ഭുതത്തിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. പ്രാർത്ഥനാ വിഷയമല്ല, പ്രാർത്ഥനാ വിഷയത്തിന് മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ എക്സാം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നത ജയത്തെ കൽപ്പിക്കുന്നു. തൊട്ടതിനും വിടുവിച്ചതിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആർക്കെങ്കിലും ഉള്ളവർക്ക് പറയാം, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. പ്രൈസ് ഗോഡ് പാസ്റ്റർ. എന്റെ ചേച്ചിയാണ് അമ്പിളി. ചേച്ചിക്ക് എപ്പോഴും തലയ്ക്ക് ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസവും ഭയങ്കര തലവേദനയും ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ കുറയുള്ളൂ. എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഇല്ല, ഞാൻ ആദ്യമായിട്ട്, ഞാനിപ്പോ ഇന്ന് ഫസ്റ്റ് ടൈം ആയി പ്രേയറിൽ കയറുന്നേ. എന്റെ ചേച്ചി അതെ അതെ, ഞാൻ ഇതിനു മുമ്പ് കയറാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഞാൻ എത്തുമ്പോ ലേറ്റ് ആവുന്നതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ബ്രദർ. എന്റെ ചേച്ചി ഇതിനു മുമ്പ് ഇട്ടിരുന്നെങ്കിലും ആദ്യമായിട്ടാ കയറുന്നതെന്ന്. സിസ്റ്റർ ഇത് കേൾപ്പിക്കണം, ആ സഹോദരി ഇത് കേൾപ്പിക്കണം. കർത്താവ് വെളിപ്പെടുത്തിയതാണ്. അത് സൗഖ്യം തരുവാൻ യേശു ശക്തനാണ്. ആ ഒരു രോഗമല്ല, അതിന്റെ പിന്നിൽ ഒരു ബന്ധനമാണ്. കർത്താവ് അത് സൗഖ്യമാക്കും. കർത്താവിന്റെ നാമത്തിൽ അത് തിന്മയല്ല, നന്മയാക്കി ദൈവമക്കളുടെ തരും കേട്ടോ. അയച്ചു കൊടുക്കണം, കേൾപ്പിക്കണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എന്റെ പേര് എലിസബത്ത്. ഈ ദിവസങ്ങളിൽ ദൈവമേ, നിന്റെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ വരണമെന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഈ മെസ്സേജ് ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സിസ്റ്റർ, ആ പേര് കർത്താവിന് ഉള്ളിൽ തന്നതാണ്. സിസ്റ്റർ പേര് ഞാൻ എലിസബത്ത് കാണുന്നുണ്ട്. ഏറ്റെടുത്തോളം, ധൈര്യമായിട്ട് ഏറ്റെടുത്തോളം. അത് അനുഗ്രഹമായി ദൈവഹിതമായിട്ട് എല്ലാം മാറ്റി കർത്താവ് അത് ഊട്ടി ഉറപ്പിക്കും കേട്ടോ. എനിക്ക് ഈ മിനിസ്ട്രി കോട്ടയത്തോടൊക്കെ ഞാൻ ഓൺലൈനിൽ കൂടി ഇരുന്ന് കേട്ടായിരുന്നു. അതൊക്കെ എനിക്ക് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഞാനിവിടെ US-ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സമയങ്ങൾ ഞാനത് കേട്ടു. പിന്നെ വൈഫിന്റെ അൻസുവിന്റെ ടെസ്റ്റിമണിയൊക്കെ ഞാൻ പലരോട് അത് പറയുകയും ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതൊക്കെ എനിക്ക് ജീവൻ വ്യാപിക്കുന്ന പോലായിരുന്നു അൻസുവിന്റെ ടെസ്റ്റിമണി. തീർച്ചയായിട്ടും കർത്താവ് എന്ന് ബലപ്പെടുത്തിയല്ലോ, പ്രിയമുള്ളവരുടെ സാക്ഷി ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റിയല്ലോ. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ്. പ്രൈസ് ലോർഡ് ബ്രദറെ. എന്റെ പേര് ഹെൻറി എന്നാണ്. എന്റെ വൈഫിന്റെ പേരും എലിസബത്ത് എന്നാണ്. ബ്രദർ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം എന്റെ വീട്ടിലുണ്ട്. റൂമില് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ ആ കാര്യം ഞാൻ ഈ മൊബൈൽ വെക്കാനൊക്കെ ആയിട്ട് ഒരു ബോർഡ് കണക്ക് ഇങ്ങനെ കുത്തിച്ചാരി ഒക്കെ വെച്ചിട്ടുണ്ട്. ബ്രദർ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഏറ്റെടുത്ത് ബ്രദറെ, ദൈവഹിതമാനത്തെ എല്ലാം അവിടെ പറയുകയാണ്. കർത്താവിന്റെ വഴികളെയും വാതിലുകളെയും തുറക്കുകയാണ്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ബ്രദർ കഴിഞ്ഞ ഞാൻ ജൂൺ മാസം ജൂലൈ 27 ബ്രദർ പൗലോസ് എന്ന് പറഞ്ഞ പൗലോസ് എന്റെ ഫാദറാണ്. ഞാനത് ഏറ്റെടുത്തായിരുന്നു. ഞാൻ സാക്ഷ്യമായിട്ട് ഇതുപോലെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബ്രദർ പറഞ്ഞ പല വ്യക്തികള് ഞങ്ങളുടെ ഫാമിലി ആയിട്ടും എന്റെ ഫ്രണ്ട് സർക്കിളിലെ പലരുടെയും പേര്, ഇപ്പൊ ജോബിൻ പല പ്രാവശ്യം പറഞ്ഞു. ജോബിൻ എന്റെ ഫ്രണ്ട്.
ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജൂലൈ 27 പറഞ്ഞത് എൻ്റെ ഫാദറിന്റെ പേരാണ്. അതുപോലെ ഞാൻ ഡേറ്റുകളും കാര്യങ്ങളെല്ലാം ഓർത്ത് എഴുതി വെച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ വൈഫിന്റെ പേര് പറഞ്ഞപ്പോ എനിക്ക് വിളിക്കണം സംസാരിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനിപ്പോ സംസാരിച്ചതാ. തീർച്ചയായിട്ടും ബ്രദർ ഏറ്റെടുത്തോളം കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞു ഹലോ പ്രൈസ് ലോർഡ് ബ്രദറെ. പ്രൈസ് ലോർഡ് പറഞ്ഞു ബ്രദറെ. പറഞ്ഞു ബ്രദർ പറഞ്ഞ ഇപ്പൊ ആലോചന ബ്രദറെ, ഞാൻ അത് വെച്ച് തന്നെ എന്നും പ്രാർത്ഥിച്ചോണ്ട് ഇപ്പൊ 2 വർഷം കൊണ്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്ന ബ്രദറെ. എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകളോ വാട്സപ്പ് കോളുകളോ ആരും വിളിപ്പാനോ ദൈവഹിതമല്ലാത്ത ഒന്നും വരുവാനോ ഒന്നും ഇടവരില്ലെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ബ്രദറെ. ഞാൻ ഏത് സമയവും ഫോണിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ദൈവത്തെ അറിയുന്നുമ്പേ. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ബ്രദറെ. ഇപ്പൊ എന്റെ ഫോണിൽ ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ആരും വിളിക്കത്തോ ഒരു പ്രശ്നമില്ല ബ്രദറെ. ദൈവത്തോട് കൂടെ മാത്രം എപ്പോഴും ഇരിക്കാൻ കർത്താവ് എനിക്കൊരു കൃപ വന്നു ബ്രദറെ. ദൈവത്തോട് കൂടെ എപ്പോഴും ഇരിക്കുക ബ്രദറെ. അതൊരു വലിയൊരു സാക്ഷിയെ ബ്രദറെ. വെറുതെ പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. കർത്താവെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നേ, എന്റെ അപ്പന്റെ ഹിതമല്ലാത്ത ഒന്നും വേണ്ട, അപ്പന്റെ ഹിതം മാത്രം മതി എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ബ്രദറെ. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചോണ്ടിരിക്കുക ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ഈ വചനം എനിക്ക് കേൾക്കാൻ തന്ന ഭാഗ്യത്തിന്. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. ഇന്നലെ ഒരു ആലോചന പറഞ്ഞു ബ്രദറെ. ഞാൻ കർണാടകത്തിൽ നിന്ന് വിളിക്കുക, ഉടുപ്പി എന്ന് പറയുന്നിടത്തുനിന്ന്. ബ്രദർ ഇപ്പം പറഞ്ഞില്ലേ തുണിയുടെ എല്ലാം ഒരു കട്ടിലേക്ക് കിടക്കുന്ന തുണി ഇത്, അത് ഞാൻ എന്റെ ഭവനത്തിൽ അത് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ബ്രദറെ ജീവിതത്തില്. അതെല്ലാം എല്ലാത്തിനും വേണ്ടിട്ട് പ്രാർത്ഥിക്കട്ടെ. തീർച്ചയായും കർത്താവ് അതെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റും. പ്രാർത്ഥിച്ചോണം, ഏറ്റെടുത്തോണം. ദൈവഹിതമല്ലാത്ത എല്ലാം മാറിപ്പോയിരിക്കുന്നു. സമാധാനം അവിടെ വന്നിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദർ ഇന്നലെ ഒരു ആലോചന പറഞ്ഞില്ലേ, ചിന്നു എന്ന് വിളിക്കുന്നത് ഒരു കുട്ടീന്റെ പേര്, അതെന്റെ അനുജത്തിന്റെ മോളാണ്. അവിടെ ഒരു പേരമരമുണ്ട് വീട്ടിന്റെ സൈഡില്. ഇങ്ങനെ ഏറ്റെടുക്കുന്നു ബ്രദറെ. തീർച്ചയായും ഏറ്റെടുത്തോണം, അത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഓക്കെ. അവരെ വീട്ടില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഭർത്താവിന്റെ വീട്ടില് ഒരു കുടുംബ പ്രശ്നമുണ്ട്. അത് കർത്താവിനേക്ക് തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്റെ പേര് മേഴ്സി എന്നാണ്. ഞാൻ ഇന്നലെ ഒരു സാക്ഷ്യം ബ്രദറിനോട് പറയാനായിട്ട് പറഞ്ഞായിരുന്നു. എനിക്കൊരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇന്ന് എന്നെ വിളിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച അതിന്റെ ഉദ്ഘാടനമാണ്. ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട് ബ്രദറെ. ഞാൻ ആ ക്ലിനിക്കിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മുഖാന്തരം ആ ക്ലിനിക്കും എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാൽ ആ ക്ലിനിക്കും അവിടെ വരുന്ന രോഗികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണേ ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് തുറന്ന വഴിക്ക് നന്ദി. വലിയൊരു സാക്ഷ്യമാണ്. അതെന്ന് പറയുന്ന നന്മയ്ക്ക് നന്ദി. യേശുവിന്റെ നാട്ടിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ധൈര്യമായിട്ട് പോവാ കേട്ടോ. താങ്ക് യു ബ്രദറെ. താങ്ക് യു. ആമേൻ. ഞാനേ ഹലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഇന്ന് ഞാനാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി CV അയച്ചായിരുന്നേ. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന സമയത്തായിരുന്നു അതിനോടനുബന്ധിച്ചുള്ള ഒരു വാക്യമാണ് ഇന്ന് ബ്രദർ പറഞ്ഞത്. ദൈവഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള ഒരു ഇത്. അപ്പൊ എനിക്ക് ഒത്തിരി മനസ്സിനൊരു സമാധാനമായി. തീർച്ചയായും സിസ്റ്റർ, കർത്താവിന്റെ ഹിതമുള്ളതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുവാനിടയാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദറെ, ഞാനും ഒന്ന് എന്തൊക്കെയോ ഓർത്തിരുന്നു. ഇന്നത്തെ വചനം മനസ്സിലായി. കർത്താവ് ദൈവഹിതം പോലെ തന്നെ നടത്തണേന്ന്. അത് ഏറ്റവും നല്ല പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നു ബ്രദറെ. എനിക്ക് ഒത്തിരി ഭാരമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അങ്ങേ വിളിച്ചു. എനിക്ക് കുറെ പ്രതിസന്ധി ഓണമൊക്കെ ചോദിക്കുന്നു ബ്രദറെ. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ ഹിതം പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. ദൈവഹിതം എല്ലാം നമ്മൾ മാറിപ്പോയി ദൈവത്താൽ നമുക്കൊരു ഉറപ്പ് കിട്ടും കേട്ടോ. ഈ ലിങ്ക് എന്നും ഉള്ളതാണോ? എന്നും ഇതിന്റെ അകത്ത് 9 തൊട്ട് 9:30 വരെ ഈ മീറ്റിംഗ് ഉള്ളതാണോ? അതെ സിസ്റ്റർ, ചിലപ്പോൾ സമയങ്ങൾ വ്യത്യാസം വരും, പക്ഷെ എല്ലാ ദിവസവും ഉള്ളതാണ്.
നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. എനിക്കൊന്ന് പ്രാർത്ഥനാ സമയത്തുള്ള ലിങ്ക് മതി, മറ്റേ ഗ്രൂപ്പ് ഫില്ല എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് അത് കയറുക. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥനയുണ്ട് കേട്ടോ. താങ്ക് യു. പറഞ്ഞു ബ്രദർ ഒന്ന് പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, തൃശ്ശൂർ മീറ്റിംഗില് ബ്രദർ ഒരു വീടിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു മതിലുണ്ട്, അതിന്റെ അടുത്തൊരു കുറ്റിച്ചെടിയുണ്ട്. ഹൈറ്റ് ചെറുതായിട്ടെന്ന പോലെയാ പറഞ്ഞത്. ഇപ്പൊ ചെടി എന്തോരം വളർന്നെന്നറിഞ്ഞില്ല, അതുപോലെ ഉണ്ട്. ആ വീട്ടില് ആരാധന നടക്കാനും ആഹാരം എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കാനും പ്രാർത്ഥിക്കണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അവിടെ ആഹാരം പ്രാർത്ഥനയും ഇല്ല. ആ ഡൈനിങ് ടേബിളില് എല്ലാവരും ഇരുന്ന് ഒരു സമയത്ത് ആഹാരം കഴിച്ചതും നിറയെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും ദാസിമാരും വന്ന് ആഹാരം ഒക്കെ കഴിച്ചിട്ട് പോയ വീടാ. പക്ഷെ ഇപ്പൊ പ്രാർത്ഥനയും ഇല്ല. ആ ഡൈനിങ് ടേബിൾ ശൂന്യമായി കിടക്കുക. അപ്പൊ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ച് ഓർത്ത് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. പക്ഷെ ബ്രദർ അത് അവിടെ അങ്ങനെ വിളിച്ചു പറഞ്ഞു. കുറ്റിച്ചെടിയുടെ വലിപ്പം അറിയത്തില്ല, പക്ഷെ എങ്കിലും ഞാൻ അത് ഏറ്റെടുക്കുക ബ്രദറെ. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും ആ പഴയ നല്ല കാലം തിരിച്ചു വരണമെന്നും പ്രാർത്ഥനയും എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനും വേണ്ടി ഞാനത് കർത്താവ് അങ്ങനെ തന്നെ സിസ്റ്ററെ. പ്രാർത്ഥിച്ചോടെ ദൈവം വെളിപ്പെടുത്തിയതാണ് ആലോചന. അത് ദൈവം വിശ്വസ്തനായതുകൊണ്ട് കർത്താവ് അത് ചെയ്യുവാൻ ശക്തനാണ് കേട്ടോ. ദൈവം അത് ചെയ്യും സിസ്റ്ററെ. പ്രാർത്ഥിച്ചോണം കേട്ടോ. പറഞ്ഞു ബ്രദറെ. പ്രൈസ് ലോർഡ് ബ്രദറെ. ഞാൻ എന്റെ ചെറിയ മോൾക്ക് വേണ്ടി രാത്രി പെട്ടെന്ന് മോള് ഉറക്കത്തെഴുന്നേറ്റ് സാത്താൻ കാര്യം ഞാൻ ബ്രദറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതിന് ശേഷം ആ മോളിപ്പോഴും അങ്ങനെ കരയുന്നേ എനിക്കതുപോലെ മുളകളൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും അത് മാറുന്നില്ല. വിശ്വാസമാണ് ഏറ്റവും വലുത്. അന്ന് ആ വചനം ആ ക്ലാസ് എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഈ യൂട്യൂബിലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും പ്രിയമാളെ, കർത്താവ് തൊട്ടതിന് നന്ദി. ആ കൊടുത്ത ദൈവപ്രവർത്തിക്കായിട്ട് നന്ദി. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആരെങ്കിലും ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടെന്ന് ഷെയർ ചെയ്തേക്ക്. ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാവേ. പറഞ്ഞു ബ്രദറെ. പ്രൈസ് ലോർഡ് ബ്രദറെ. ഇപ്പം ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഇതുപോലെ ഒരു റൂമിലെ ഡൈനിങ് ടേബിൾ ഉണ്ട്, അതിൽ തുണി അടുക്കി വെച്ചേക്കുന്നു. തുണി അടുക്കിയിട്ടില്ല, ഒരു 2-3 തുണി ഇരിപ്പുണ്ട്. പിന്നെ അതിന്റെ അടുത്ത് ആ റൂമിൽ തന്നെ കട്ടിലുണ്ട്. പക്ഷെ ഒരു 2-3 ദിവസം കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാ ബ്രദറെ. അതുപോലെ ഞാൻ മോടെ മാരേജ് ആണ് പിന്നെ നവംബറിൽ. അന്നേരം അതിന് വേണ്ടി നമ്മൾ ലോൺ അപ്ലൈ ചെയ്ത് അന്നേരം പ്രമാണം കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു മുൻ പ്രമാണം വേണമെന്ന്. അന്നേരം ആ പ്രമാണം മിസ്സായി പോയെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. 2-3 ബാങ്കിൽ പോയി നമ്മൾ പറഞ്ഞിട്ടൊന്നും ലോൺ കിട്ടത്തില്ലെന്നാ പറഞ്ഞു. ഈ മുൻ പ്രമാണം വേണമെന്ന് അവര് പറഞ്ഞു. അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയ കാര്യമാക്കി തരും. വലിയ അത്ഭുതമാക്കി ദൈവം അത് മാറ്റും കേട്ടോ. ആമേൻ ആമേൻ. ഏറ്റെടുക്കണം. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞോ. സാക്ഷ്യമല്ല ബ്രദറെ. എനിക്ക് 4 ദിവസമായിട്ട് ഷുഗർ കൺട്രോൾ ആയി നിൽക്കുന്നില്ലേ. പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് തൊട്ട് വിടുവിക്കുന്നതിന് നന്ദി, സൗഖ്യമാക്കുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു.
ബ്രദറെ, ഞാൻ കഴിഞ്ഞ നമ്മുടെ കോട്ടയം മീറ്റിംഗിൽ ഞാൻ വന്നിരുന്നു. എൻ്റെ പേര് ലീന പീറ്റർ എന്നാണ്. ഞാൻ അന്ന് എനിക്ക് എൻ്റെ വയ്യാത്തതുകൊണ്ട് ഞാൻ മൊത്തം തീരുന്നതിന് മുമ്പായിട്ട് കടന്നു പോരേണ്ടി വന്നു. പ്രാർത്ഥിച്ചായിരുന്നു, പൂർണ്ണ സൗഖ്യം കിട്ടി. പക്ഷെ ഞാനൊരു വിഷയത്തെ ചൊല്ലി വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രദറെ. എന്താന്ന് വെച്ചാൽ എൻ്റെ ആധാരത്തിന്റെ കോപ്പി എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അതുമൂലം എനിക്ക് എൻ്റെ ഭവനം നഷ്ടമാകുമോ എന്നൊരു ഭയത്താലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഇതിപ്പോ എൻ്റെ സഹോദരങ്ങളോട് ആരോടും എനിക്ക് പറയാൻ വയ്യാത്ത, എനിക്ക് 2 സെന്റ് സ്ഥലമേ ഉള്ളൂ ബ്രദറെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും 4 മക്കൾക്കും കൂടി നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയതായിരുന്നു. അപ്പൊ അവർക്കൊക്കെ 2 സെന്റ് വീതമാണ് ബ്രദറെ. ഒരിക്കലും അതെന്റെ ഭവനം നഷ്ടമാകാൻ പോകല്ലേ എന്ന് ബ്രദറിന് പ്രാർത്ഥിക്കണം. അവിടെ പറഞ്ഞായിരുന്നു, ആധാർ നഷ്ടമായതിന്റെ പേരില് വേറെ ഭാരപ്പെടുന്ന ഒരു ജീവിതങ്ങൾ ഉണ്ടെന്ന്. അത് ഞാൻ ഏറ്റെടുത്തു. ബ്രദർ ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് അടുത്ത ദിവസം സാക്ഷി പറയുവാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുകയാണ് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത് മാറ്റും. മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയണ്ടോ? ബ്രദറെ, പറഞ്ഞു. ഇന്നലെ ചിന്നുവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഞാനും അത് ഏറ്റെടുക്കുകയാണ്. ഞാനത് ഏറ്റെടുക്കുന്നു. കാരണം ചിന്നു എൻ്റെ മകളുടെ മകളാണ്. മകള് ഇവിടെ കാനഡയിലാണ്, ഞാനും ഇവിടെ കാനഡയിലാണ്. അപ്പൊ മോള് ഇങ്ങനെ പിന്നെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അവർക്ക് കോപ്പ് ഇങ്ങനെ കിട്ടി. അറിയാമല്ലോ, സ്കോളർഷിപ്പിന്റെ മാതിരി അത് കിട്ടി. അപ്പൊ ഈ ആഴ്ച അവർക്ക് 2 മാസമായിട്ട് അതിനിങ്ങനെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ആയിട്ടില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നു, ബ്രദറിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ ആഴ്ച കൊണ്ട് ആ കോപ്പിന്റെ അത് തീരും. അപ്പൊ അതിനോടകം അവർക്ക് ജോലി കിട്ടണം. അപ്പൊ ഈ ചിന്നുവിന്റെ കാര്യം അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ഈ ആഴ്ച ആ ജോലി കിട്ടും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടോ? മറ്റാരും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പോലെ കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനാണ്. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അത് ഉണ്ടായി വരുമെന്നാണ്